ഞാൻ അരീബ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാ സ്കൂളിലും ഹാർട്സ് ആയിരിക്കും അല്ലേ? ഒരുപാട് കുട്ടികൾ പ്രാക്ടീസിലായിരിക്കും, ചിലർ എന്ത് ഡ്രസ്സ് ഇടണം എന്നുള്ള ചർച്ചയിലായിരിക്കും, ഇങ്ങനെ പല പല ചർച്ചയിലായിരിക്കും. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഹാർട്സ് എന്ന് പറയുമ്പോൾ മൊത്തത്തിലൊരു സന്തോഷ വൈബാണെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് നോവുന്ന കുഞ്ഞു കുഞ്ഞു മോശം അനുഭവം അനുഭവിച്ചിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ടായിരിക്കും അല്ലേ? അതുപോലത്തെ ഒരു കൊച്ചു റോസാപ്പൂവിൻ്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ കഥാനായിക ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. കുട്ടിയുടെ പേര് അമ്മുക്കുട്ടി. അമ്മുക്കുട്ടിയുടെ സ്കൂളിൽ ഒരു നിയമമുണ്ട്. എല്ലാ കുട്ടികളും ഒരു പരിപാടിക്കെങ്കിലും പങ്കെടുക്കണം. എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനമുണ്ട്. അങ്ങനെ അമ്മുക്കുട്ടി എന്ത് പരിപാടിയിൽ പങ്കെടുക്കുന്നു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആദ്യം തന്നെ പോയി ചേർന്ന് ഒരു ഗ്രൂപ്പ് ഡാൻസിലിട്ടാം. അവിടെ അമ്മുക്കുട്ടിയെ റിജക്റ്റ് ചെയ്തു. ആൾക്കാർ സെറ്റായിട്ടുണ്ട്, ഞങ്ങൾ ടീം ഓക്കെയാണ്, ഞങ്ങൾ ടീമിലെടുക്കാൻ പറ്റില്ല പറഞ്ഞു. അങ്ങനെ അമ്മുക്കുട്ടി ഒരു ഗ്രൂപ്പ് സോങ്ങിൽ പോയി ചേരുന്നു. അവിടുന്ന് സെയിം അമ്മുക്കുട്ടിയെ എടുക്കാൻ പറ്റത്തില്ല എന്നിട്ട് റിജക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ക്ലാസ് ടീച്ചർ മുൻകൈ എടുത്ത് അമ്മുക്കുട്ടിയെയും കുറച്ച് കുട്ടികളൊക്കെ വെച്ചിട്ട് ഒരു ഒപ്പന അങ്ങ് സെറ്റ് ചെയ്തു കേട്ടോ. അപ്പം എനിക്ക് കുട്ടികളൊക്കെ സെലക്ട് ചെയ്ത ടീച്ചറാണ്. അങ്ങനെ അമ്മുക്കുട്ടി ചെറിയ കുട്ടിയായതുകൊണ്ട് അമ്മുക്കുട്ടീനെ ഫ്രണ്ട് തന്നെ എത്തി. ഒരാഴ്ച ഇവർ പ്രാക്ടീസ് തുടങ്ങി. അമ്മുക്കുട്ടി നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവർക്ക് ശരിക്കും പ്രാക്ടീസ് പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സീനിയേഴ്സായിട്ടുള്ള കുറച്ച് കുട്ടികളെ കൊണ്ടുവന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഇവരാണ് ഒപ്പനയൊക്കെ പഠിപ്പിച്ചു തരിക. അമ്മുക്കുട്ടി ഫ്രണ്ട്സും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അവരെല്ലാവരും നന്നായി കളിക്കാൻ വേണ്ടിയുള്ള ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വന്ന കുട്ടികൾക്ക് ഫ്രണ്ടിൽ തന്നെ അമ്മുക്കുട്ടീനെ കണ്ടപ്പോൾ എന്തോ ഒരു സുഖമില്ലാത്ത പോലെ കേട്ടോ. അവർ പറഞ്ഞു, ഈ കുട്ടി മുന്നേ നിന്നാൽ ശരിയാവില്ലല്ലോ. അവനെന്തൊക്കെയോ ചർച്ച ചെയ്തിട്ട് ഈ അമ്മുക്കുട്ടീനെ പിടിച്ചിട്ട് ഒരു 3rd പൊസിഷൻ കിട്ടും. അമ്മുക്കുട്ടി കുഞ്ഞു കുട്ടിയായത് കൊണ്ട് 3rd പൊസിഷനിൽ പോകുമ്പോൾ നടുവിലൊരു മിസ്മാച്ച് ആയിരിക്കും അല്ലേ? ആളൊരു ചേർന്നും ബാക്കിൽ മുന്നിലൊക്കെ വലിയ കുട്ടികൾ നിൽക്കുമ്പോൾ. അങ്ങനെ പിന്നെ അവർക്കിങ്ങനെ കളിങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഈ കുട്ടി സെറ്റ് ആവില്ല എന്നിട്ട് അമ്മുക്കുട്ടീനെ പുറത്താക്കിയിട്ട് പകരം മറ്റൊരു കുട്ടിയെ എടുത്തു കേട്ടോ. അങ്ങനെ അമ്മുക്കുട്ടി ഭയങ്കരമായിട്ട് വിഷമം വന്നു. കാരണം ഒരുപാട് പ്രാക്ടീസ് ചെയ്തു, വീട്ടിൽ പോയിട്ട് പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു അമ്മുക്കുട്ടി ഒപ്പന കളിക്കുന്നുണ്ട്, അമ്മുക്കുട്ടീൻ്റെ ഒപ്പന കാണാൻ അമ്മയും അച്ഛനൊക്കെ വരണമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടിയെ ഒപ്പനയിൽ നിന്ന് മാറ്റിയപ്പോൾ അമ്മുക്കുട്ടിക്ക് അത് ഭയങ്കരമായിട്ട് വിഷമം വന്നു. ഒറ്റയ്ക്ക് ഇരുന്ന് ഒരുപാട് കരഞ്ഞു കേട്ടോ. നെക്സ്റ്റ് ഡേ ആയപ്പോൾ ഈ കുട്ടി സങ്കടമൊക്കെ ഉള്ളിൽ അമർത്തിയിട്ട് ടീച്ചറുടെ അടുത്ത് പറഞ്ഞു, എല്ലാ കുട്ടികൾക്കും പരിപാടിയുണ്ട്, അമ്മുക്കുട്ടിക്ക് മാത്രം ഒരു പരിപാടിയില്ല എന്ന്. അത് ടീച്ചർക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. ടീച്ചർ മാക്സിമം നോക്കിയിട്ടോ ഏതെങ്കിലും ഗ്രൂപ്പിൽ ഈ കുട്ടിയെ കൊള്ളിക്കാൻ പറ്റുമെന്ന്. പക്ഷെ എല്ലായിടത്തും എല്ലാ ഗ്രൂപ്പ് പരിപാടിയും ഫുള്ളായിരുന്നു. ഒറ്റയ്ക്കൊരു പരിപാടി അവതരിപ്പിക്കാനാണെങ്കിൽ അമ്മുക്കുട്ടിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻറ്റ് കമ്മി. കാരണം 2ാം ക്ലാസ്സിലാണ്, ഒറ്റയ്ക്ക് സ്റ്റേജിൽ കയറാൻ ആൾക്കൊരു മടി. എല്ലാ കുട്ടികൾക്കും ഒരുപോലെ കോൺഫിഡൻസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അമ്മുക്കുട്ടിക്ക് ഒരു പരിപാടി ഇല്ലാതെ അമ്മുക്കുട്ടി അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് പ്യൂണ് ഒരു നോട്ടീസുമായിട്ട് വരുന്നത്. എന്താണ്? എല്ലാ ക്ലാസ്സിൽ നിന്നും 2 കുട്ടികൾ വീതം ഈ ഗസ്റ്റിനെയും അതുപോലെ വിശിഷ്ട വ്യക്തികളെയും റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലവർ പിടിക്കാൻ വേണ്ടിയിട്ട് വേണം, ഫ്ലവേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണമെന്ന്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, എന്താ അത് അമ്മുക്കുട്ടി ആയിക്കോട്ടെ. അമ്മുക്കുട്ടിയും മറ്റൊരു കുട്ടി ക്ലാസ്സിൽ നിന്ന് സെലക്ട് ചെയ്തു. അങ്ങനെ ടീച്ചർ അമ്മുക്കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മുക്കുട്ടി നല്ല ഉടുപ്പൊക്കെ ഇട്ട് വരണം, നല്ല സുന്ദരി കുട്ടിയായി വരണമെന്ന്. അമ്മുക്കുട്ടി ഇത് വീട്ടിൽ പോയി പറഞ്ഞു. അമ്മുക്കുട്ടിക്ക് ഇതിനായിട്ടൊരു നല്ല ഉടുപ്പൊക്കെ മേടിച്ചു കേട്ടോ. അങ്ങനെ അമ്മുക്കുട്ടി നല്ല ആഗ്രഹത്തോടു കൂടി പരിപാടിയിലോട്ട് വന്നു കേട്ടോ. രാവിലെ തന്നെയാണ് അമ്മുക്കുട്ടിയെ ഫോട്ടോ എടുക്കും, അമ്മുക്കുട്ടി ഫ്ലവർ കൊടുക്കുമ്പോൾ ഷേക്ക് ഹാൻഡ് തരും. ഇങ്ങനെ മനസ്സിൽ ഓരോന്ന് ഇമാജിൻ ചെയ്ത് അമ്മുക്കുട്ടി ആ വരിയിൽ അങ്ങനെ നിൽക്കുക കേട്ടോ. ഒരു ഫ്ലവറും പിടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ മറ്റൊരു ടീച്ചർ വന്നിട്ട് അമ്മുക്കുട്ടീൻ്റെ കയ്യിൽ നിന്ന് ആ ഫ്ലവർ വാങ്ങിയിട്ട് വേറൊരു കുട്ടി കൊടുത്തിട്ട് പറഞ്ഞു, നീ അങ്ങോട്ട് പോയിക്കോ, ഈ കുട്ടി കൊടുത്തോളും എന്ന് പറഞ്ഞു കേട്ടോ. അമ്മുക്കുട്ടിക്ക് അത് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. അമ്മുക്കുട്ടി അവിടെ തന്നെ അങ്ങനെ നിന്നു കേട്ടോ. ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ ആ കുട്ടി അങ്ങനെ നിന്നുപോയി. അപ്പോൾ ടീച്ചർ ഇത് കണ്ടു കേട്ടോ. ക്ലാസ് ടീച്ചർ കണ്ടു വന്നിട്ട് ചോദിച്ചു, എന്താ അമ്മുക്കുട്ടീനെ മാറ്റാൻ കാരണം? അപ്പോൾ ടീച്ചർ പറഞ്ഞു, ടീച്ചറെ ഇതിനൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ഫെയർ ആയുള്ള കുട്ടികൾ എടുക്കണ്ടേ, ഇതൊരുമാതിരി കറുത്തിട്ട്. അത് കേട്ട അമ്മുക്കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഫീലായി. അമ്മുക്കുട്ടി കരഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോയിട്ടോ. തിരക്കിൻ്റെ ഇടയിൽ ആ ക്ലാസ് ടീച്ചർക്ക് അവളൊന്ന് ചേർത്ത് പിടിക്കാൻ പോലും പറ്റിയില്ല. കാരണം ഹാർട്സാണ്, ടീച്ചേഴ്സിന് ഒരുപാട് ഡ്യൂട്ടി ഉണ്ട്. പക്ഷേ ടീച്ചർക്ക് എപ്പോഴും അതൊന്ന് വിഷമായി. പിന്നെ ടീച്ചർ അത് മറന്നുപോയിട്ടോ. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും പേര് വിളിക്കുന്നു. കുട്ടികളൊക്കെ വന്ന് വാങ്ങിയിട്ട് പോകുന്നു കേട്ടോ. അമ്മുക്കുട്ടിയുടെ പേര് വിളിച്ചോ വിളിച്ചില്ലേ എന്നൊന്നും നോക്കാം അമ്മുക്കുട്ടിക്ക് വയ്യ. കാരണം എന്താ, അമ്മുക്കുട്ടി ഇതുവരെ സ്റ്റേജ് കയറിയിട്ടില്ല. പിന്നെ എന്തിൻ്റെ പേരിലാണ് പ്രോത്സാഹന സമ്മാനം വാങ്ങുക?
അങ്ങനെ അമ്മുക്കുട്ടി അവിടെ നിന്ന് അങ്ങ് പോയിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ അമ്മുക്കുട്ടി ഒരു അനൗൺസ്മെൻറ്റ് കേട്ടു, ഇനിയും സമ്മാനങ്ങൾ വാങ്ങാത്തവരുണ്ടെങ്കിൽ അടുത്ത ദിവസം, വാങ്ങാതെ പോയ കുട്ടികളുണ്ടാവുമല്ലോ, അടുത്ത ദിവസം ക്ലാസ് ടീച്ചറിൽ നിന്ന് കൈപ്പറ്റേണ്ടതാണ്. എന്നിട്ടും അമ്മുക്കുട്ടി ഒന്നും മിണ്ടാതെ അങ്ങ് പോയി. കാരണം എന്തിൻ്റെ പേരിൽ ഗിഫ്റ്റ് വാങ്ങണം? കാരണം അമ്മുക്കുട്ടി മാത്രമാണ് സ്കൂളിൽ ഒരു പരിപാടിയിൽ പോലും പങ്കെടുക്കാത്ത ഒരു കുട്ടി. ആർക്കും അറിയില്ല, ആരും അമ്മുക്കുട്ടിയെക്കുറിച്ച് ഓർത്തതില്ല. എല്ലാവരും കലോത്സവത്തിൻ്റെ ആ ഒരു ഓളത്തിൽ ആ കൊച്ചു മനസ്സിലെ വേദന അറിയാതെ പോയി. ഇങ്ങനെ ഒരുപാട് കുട്ടികൾ നമ്മളൊക്കെ ഹാർട്സിലുണ്ടാവും അല്ലേ, പല കാരണം കൊണ്ട്. നിറമില്ലാത്തത് കൊണ്ട്, ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ മറ്റ് പല പല കാരണം കൊണ്ട് നമ്മളൊക്കെ കുട്ടികളെ മാറ്റി നിർത്തും അല്ലേ. അതിന് അവർക്ക് തക്കതായിട്ട് അവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിലോട്ട് അവരെ നമ്മൾ മാറ്റാൻ ആദ്യം എടുക്കാതിരിക്കുക. ഒരു പക്ഷേ ആ ഒരു ഒപ്പനയിലോട്ട് ആ കുട്ടിയെ ആദ്യം എടുത്തിട്ടില്ലെങ്കിൽ അത്ര ഹേർട്ടാവില്ലായിരുന്നു അല്ലേ. അല്ലെങ്കിൽ ആ കുട്ടിക്ക് മാച്ചായിട്ടുള്ള മറ്റെന്തെങ്കിലും ഒരു പരിപാടി ഏൽപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരിത്തിരി നേരം ആ കൊച്ചു കുഞ്ഞിൻ്റെ കൂടെ ഇരുന്ന് മനസ്സൊന്ന് തണുപ്പിക്കാൻ പോലെങ്കിൽ ആരെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ആശ്വാസമായില്ലേ. അങ്ങനെ എന്നും അത് മനസ്സിൻ്റെ ഉള്ളിൽ അമ്മുക്കുട്ടിമാരുടെ, ഞാനിപ്പോൾ ഒരു പേര് ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഇതുപോലുള്ള കുട്ടികളുടെ മനസ്സിൽ അത് എന്നൊരു നോവായി അങ്ങനെ കിടക്കും. ടീച്ചേഴ്സിൻ്റെ അടുത്തു നിന്നായിക്കോട്ടെ, ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നായിക്കോട്ടെ, സീനിയേഴ്സിൻ്റെ അടുത്തു നിന്നായിക്കോട്ടെ, അങ്ങനെ പല രീതിക്ക്. എന്തിന് പലർക്കും വീട്ടിൽ നിന്ന് പോലും വളരെ മോശം അനുഭവം ഉണ്ടാകുന്ന കുട്ടികളുണ്ട്. നിറം കുറഞ്ഞതിൻ്റെ പേരിൽ പല രീതിക്ക് അപമാനിക്കപ്പെട്ട ഒരുപാട് കുട്ടികൾ നമ്മുടെയൊക്കെ ചുറ്റുമുണ്ട് അല്ലേ. എത്ര കാലം മാറി എന്ന് പറഞ്ഞാലും ഒരുപാട് ആളുകൾ ഇങ്ങനത്തെ നിറം കുറഞ്ഞവരായിക്കോട്ടെ, ഹൈറ്റ് കുറഞ്ഞവരായിക്കോട്ടെ, പല മേഖലയിലും പ്രതീക്ഷിക്കാത്ത മേഖലയിൽ അവരുടേതായുള്ള കയ്യൊപ്പുകൾ പതിപ്പിക്കുന്ന ഒരു കാലമാണിത്. എന്നാലും നമ്മുടെ ഈ കാലഘട്ടത്തിലും ഇതുപോലെ ഒരുപാട് അമ്മുകുട്ടിമാരുണ്ടാവും. അപ്പം എനിക്ക് പറയാനുള്ള ടീച്ചേഴ്സിനോടും പാരൻസിനോടും ഒക്കെയാണ്, നമ്മുടെ കുട്ടികളുടെ മനസ്സ് അതറിഞ്ഞിട്ട് നമ്മളെപ്പോഴും ഇതാക്കുക. കാരണം എന്താ വെച്ചാൽ ഈ ഒരു സ്കൂൾ കാലത്ത് കൊടുക്കുന്ന ആ ഒരു കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങൾ, കുഞ്ഞു കുഞ്ഞു വേദനകൾ, അത് അവരുടെ മനസ്സിലങ്ങനെ പതിഞ്ഞിരിക്കും. ഒരുപാട് വിഷമായിട്ട് ഒന്ന് ആളുകളെ മുന്നിൽ വന്നൊന്ന് മനസ്സ് തുറന്ന് ചിരിക്കാൻ പോലും പറ്റാത്ത രീതിയിലോട്ട് നമ്മളെ കുട്ടികൾ മാറും. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതുപോലുള്ള അമ്മുകുട്ടിമാർ നിങ്ങൾ ചുറ്റുമുണ്ടെങ്കിൽ അവരെ ഒന്ന് ചേർത്ത് പിടിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ.